ആറന്മുളയിൽ CPM-ന് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയെങ്കിൽ വീണ ജോർജ് എവിടെ? നമുക്ക് എല്ലാവർക്കും അറിയാം ആറന്മുളയിൽ വീണ ജോർജിനെ തന്നെ ആയിരിക്കാം CPM മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അതിനൊരു ഉത്തരം എന്ന് പറയുന്നത് വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇനി വീണ ജോർജിനെ ഇത്തവണ മത്സരിപ്പിക്കരുത് എന്ന് CPM പാർട്ടിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് സംശയമാണ്. എന്നാൽ പോലും അദ്ദേഹം പറയുന്നത് കുടുംബകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ട ആവശ്യകതയുണ്ട്. കൂടുതലും ഈ പറയുന്ന പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട്, പൊതുകാര്യങ്ങളിൽ ചർച്ചയാകുന്നത് കൊണ്ട് സ്വാഭാവികമായും അതിൽ സജീവമാകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിലേക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഹസ്ബൻഡ് പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ വീണ ജോർജ് രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. എന്ത് തോന്നുന്നു? ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആദ്യമായി തോന്നിയൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വന്നത് വെള്ളിമൂങ്ങ സിനിമയാണ്. വെള്ളിമൂങ്ങയ്ക്കകത്തില് ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ പാഷാണ ഷാജിയുടെ ഭാര്യയായിട്ടുള്ള. അപ്പൊ പാഷാണ ഷാജിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് ഭാര്യ പഞ്ചായത്ത് പ്രസിഡന്റായി നിൽക്കാതിരിക്കുന്നതാണ്. കാരണം കുടുംബം അത്ര അല്ലെങ്കിൽ കുടുംബ ശ്രദ്ധയില്ല, എല്ലാ കാര്യങ്ങളും പൊതുപ്രവർത്തനത്തിലേക്ക് പോകുന്നു. അപ്പോ പക്ഷെ ഈ പറയുന്ന സിനിമയിൽ ആ പുള്ളിക്കാരത്തി, അത് പാഷാണ ഷാജിയുടെ ഭാര്യ എന്ന് പറയുന്നവര് പൊതുകാര്യങ്ങളിൽ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഴിമതി ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അപ്പൊ അതിനെ കണക്ട് ചെയ്യുന്നത് വീണ ജോർജിന്റെ ഈ ആരോഗ്യ മേഖലയിലെ അഴിമതിയുമായിട്ടാണോ? അല്ല, അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു വിഷയം വന്നപ്പോ അതാണ് ഓർമ്മ വന്നത്. ഭർത്താവ് പറയുകയാണ് വീണ ജോർജിനെ മത്സരിപ്പിക്കേണ്ട, MLA സ്ഥാനവും വേണ്ട, മന്ത്രിസ്ഥാനവും വേണ്ട, ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾ പരിഗണിക്കരുത്, ദയവ് ചെയ്ത് പരിഗണിക്കരുത്. സാധാരണ ഇത്തരം വിഷയങ്ങളൊക്കെ കുടുംബത്തിലാണ് ചർച്ച ചെയ്യാറുള്ളത്. കുടുംബത്തിൽ ചർച്ച ചെയ്തിട്ട് പൊതുവെ തീരുമാനം എത്തിയതിനു ശേഷം ഈ പറയുന്ന സ്ഥാനാർത്ഥിയായി നിൽക്കേണ്ട വ്യക്തി ആരാണോ അവരായിരിക്കുമെന്ന് പാർട്ടിയിൽ പറയുന്നത്. ഇത്തവണ ഞാൻ മത്സര രംഗത്തേക്കില്ല, എല്ലാ സ്ഥാനാർത്ഥികളും അങ്ങനെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ സാധ്യതയുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ മത്സര രംഗത്തേക്കില്ല, വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ്, അങ്ങനെ ഒരുപാട് പേര് അറിയിക്കുന്നത് നമ്മൾ പൊതുവെ കാണാറുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേകതരം ഒരു വാർത്തയായി പോയി. ഭർത്താവ് നേതൃത്വത്തിനോട് ആവശ്യപ്പെടുകയാണ് എന്റെ ഭാര്യയെ മത്സരിപ്പിക്കരുതേ എന്നുള്ളത്. അപ്പൊ താല്പര്യം ഉണ്ടെന്നാണോ? വീണ ജോർജിന് താല്പര്യമുണ്ട്, പക്ഷെ പാർട്ടി പറഞ്ഞ് പിന്തിരിപ്പിച്ച് കൊണ്ടുവരണമെന്നാണോ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് പറയുന്നുണ്ട്, കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന അല്ലെങ്കിൽ മത്സര രംഗത്തേക്ക് വീണ്ടും പരിഗണിക്കരുതെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത്. പാർട്ടി ഇത് ചർച്ച ചെയ്യുകയാണ്. പാർട്ടി ഇനി വന്ന് വീണ ജോർജിനോടും ഭർത്താവ് ജോർജ് ജോസഫിനോടും സംസാരിക്കാൻ വരികയാണെന്ന് തന്നെയാണ് പാർട്ടിയുടെ നേതൃത്വങ്ങൾ അറിയിക്കുന്നത്. അല്ല, ഇവിടെ വീണ ജോർജിന് പാർട്ടി ഈ പറയുന്നത് പോലെ പ്രത്യേക പരിഗണന നൽകിയാണ് പാർട്ടി മന്ത്രിയാക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മത്സരിപ്പിക്കാൻ ഇറക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായത്. ഈ പറയുന്ന ക്രിസ്തീയ വോട്ടുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ തന്നെയായിരുന്നു വീണ ജോർജിനെ അവിടെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇവിടെ വീണ ജോർജിന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ മുൻ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്നത് പോലെ സഭയുടെ ഉന്നത തലങ്ങളിലേക്ക് ഇരുന്ന, അല്ലെങ്കിൽ ആ ഒരു അധികാര പദവികളിൽ ഇരുന്ന ഒരു വ്യക്തിയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ലായ്മയുണ്ടെങ്കിൽ സ്വാഭാവികമായും വീണ ജോർജിനെ മത്സരിപ്പിച്ചാൽ അവിടെ ഈ പറയുന്ന വോട്ടുകൾ എത്രത്തോളം ലഭിക്കുമെന്നുള്ളത് മറ്റൊരു സംശയം തന്നെയാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകളെ സംബന്ധിച്ചായിരിക്കും. ന്യൂനപക്ഷ വോട്ടുകളൊക്കെ, സഭയുമായി ബന്ധപ്പെട്ട വോട്ടുകളൊക്കെ ആ രീതിയിൽ വീണ ജോർജിന് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സിറ്റിംഗ് MLA ആയിട്ട് വീണ ജോർജ് വരുന്നതും പിന്നീട് ജയിക്കുന്നതും. അത്തരം വോട്ടുകളുടെ ഒരു അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതിന്റെ അപ്പുറത്തേക്കും അവർക്ക് താല്പര്യമില്ല. അതിൽ തോൽവി മാത്രമാണോ ഒരു വിഷയം എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അല്ല, ഇവിടെ ഇപ്പോൾ നമ്മൾ പലപ്പോഴായി കണ്ടിരുന്ന ഒരു കാര്യമാണ്, വീണ ജോർജ് പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി എപ്പോഴും ഏറിൽ തന്നെയാണ്. സ്വാഭാവികമായും അവർക്ക് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും തന്നെയും ഒന്നുകിൽ നേരിട്ടോ അല്ലാതെയോ വീണ ജോർജ് പങ്കാളിയാകുന്നുണ്ട്. സ്വാഭാവികമായും വീണ ജോർജിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരെയും ബാക്കിയുള്ള എല്ലാ മേഖലകളെയും അപേക്ഷിച്ച് CPM-ന്റെ ഇന്നത്തെ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും പഴികളും കേൾക്കേണ്ടി വന്നത് ഈ പറയുന്നത് പോലെ ആരോഗ്യ മേഖലയ്ക്ക് തന്നെയായിരുന്നു. അപ്പോൾ തന്റെ ഭാര്യ ഇത്രയും കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇത്രത്തോളം ജനങ്ങളുടെ ഒരു വെറുപ്പ് പിടിച്ചു പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കേട് പിടിച്ചു പറ്റുന്നു എന്നുള്ളത് ഈ പറയുന്ന വ്യക്തിക്ക് അംഗീകരിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. വീഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുള്ള ഒരാളാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. അത് മുൻ ആരോഗ്യമന്ത്രിയുമായി കമ്പാരിസൺ ചെയ്യുന്നതിലാണെങ്കിലും അതിലും ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ കുടുംബത്തെ അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. മന്ത്രിയാണ്, അപ്പൊ ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്ര വലിയൊരു സ്ഥാനം വഹിക്കുന്ന ഒരാളാവുമ്പോൾ വളരെയധികം തിരക്കുകളുള്ള ഒരാളായിരിക്കും. അതേപോലെ മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമുണ്ട്. ബന്ധപ്പെട്ട പുതിയ ഓരോ സ്ഥലത്തായിരിക്കും, വീടുകളിൽ നമ്മൾ മന്ത്രിമാരുടെ ജീവിതങ്ങൾ പലപ്പോഴും കാണുന്നതാണ്. മന്ത്രിമാരല്ലാതെ തന്നെ ഒരു MLA ആണെങ്കിൽ പോലും അവരാണെങ്കിലും വളരെ തിരക്കിലായിരിക്കും.
വീടുകളിൽ സന്ദർശനം ചിലപ്പോ രാവിലെ പോയിട്ട് പാതിരാത്രിയിലൊക്കെ ആയിരിക്കും വരുന്നത്. അത് അദാലത്തുകൾ കൂടുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇവര് പങ്കുകൊള്ളുന്നത് കൊണ്ട് തന്നെ കുടുംബവുമായി ഉള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഒപ്പം ഉള്ള സമയം വളരെ ചുരുക്കമായിരിക്കും. അല്ല, വീണ ജോർജിന്റെ കാര്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ അവരൊരു മാധ്യമപ്രവർത്തകയായിരുന്നു. സ്വാഭാവികമായും അവർക്ക് ഈ ഒരു സമയം ഇതുപോലെ തന്നെ അവരുടെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള സമയം ബുദ്ധിമുട്ടായിട്ടിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ തുടക്കത്തിൽ ചോദിച്ചതുപോലെ എന്തുകൊണ്ടായിരിക്കാം വീണ ജോർജിന് പകരം ഭർത്താവ് ഈ ഒരു കാര്യം ഉന്നയിച്ചത്? പലരെയും ഫോണിലൂടെയും അല്ലാതെയും ഈ പറയുന്ന കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വീണ ജോർജിന്റെ താല്പര്യം എന്തായിരിക്കും എന്നുള്ളത് ഇവിടെ വലിയൊരു പ്രസക്തിയുള്ള ഒരു സമയമല്ലേ. പരിക്ക് വളരെ ഗുരുതരമാണെന്നൊക്കെ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തൊന്നും പറയുന്നുണ്ട്. അവർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. പരിക്ക് അവർക്കാണ് ആ പറയുന്ന അസുഖത്തെ ബാധിക്കുന്നത് ഏത് രീതിയിലാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശം ചിലപ്പോൾ വീട്ടിൽ നിന്നുണ്ടായിരിക്കാം. അധികം ഇനി സ്ട്രെയിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ അധികം സമയമില്ല. പ്രചാരണങ്ങൾക്കായി പോകേണ്ടതിരിക്കുന്നു, അല്ലെങ്കിൽ പ്രചാരണ പരിപാടികൾക്കായി പോകേണ്ടിയിരിക്കുന്നു. വീണ്ടും സർക്കാർ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ തിരക്കുകൾ കൂടുക തന്നെയായിരിക്കും ചെയ്യുന്നത്, ഉത്തരവാദിത്തങ്ങൾ കൂടുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ റെസ്റ്റ് എന്ന് പറയുന്ന ഒരു സമയം അവർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂടെ ആയിരിക്കാം ഇങ്ങനെ ഒരു നിർദ്ദേശം ഭർത്താവ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു നിർദ്ദേശം ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. ഒരു സർപ്രൈസ് ആയി പോയി. കാരണം ആറന്മുളയിൽ വീണ ജോർജ് ആണെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കുറെ ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. പാർട്ടി നേതൃത്വത്തിൽ ആണെങ്കിലും ആറന്മുളയിൽ വീണ ജോർജ് മതി എന്ന തീരുമാനം തന്നെയാണ്. പാർട്ടിക്കാണ് ഒരു തിരിച്ചടി ആയിരിക്കുന്നത് ഈ ഒരു ജോർജ് ജോസഫിന്റെ ഈ ഒരു പ്രസ്താവനയിലൂടെ. ആറന്മുളയിൽ ഇനി വേറെ ഏത് സ്ഥാനാർത്ഥിയായിരിക്കും വീണ ജോർജ് അല്ലാതെ വരാൻ പോകുന്നത്? സ്ഥാനാർത്ഥികൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ വീണ്ടും ഒരാളെ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ വീണ്ടും മീറ്റിംഗ് കൂടി അടുത്ത ആളെ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവരിക, പ്രവർത്തനം ആരംഭിക്കുക. അപ്പോ വീണ ജോർജ് അധികാരങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഇലക്ഷൻ രംഗത്തേക്കില്ലെങ്കിലും ഇവർ പ്രചരണത്തിലൊക്കെ ഇറങ്ങുന്ന രീതിയിലാണ് ജോർജ് ജോസഫിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമെന്നല്ല, പക്ഷെ അഭിമുഖീകരിക്കാൻ വയ്യ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അധികാരങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട, ഇലക്ഷൻ രംഗത്തേക്ക് ഇറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ പാർട്ടി തീരുമാനിച്ചത് കൊണ്ടായിരിക്കും ഒരു അഭ്യർത്ഥന എന്ന രീതിയിലേക്ക് പോയത്. ആറന്മുളയിൽ വീണ ജോർജ് ഉറപ്പിച്ചത് കൊണ്ടായിരിക്കും. എന്തായാലും പാർട്ടിയുടെ സമന്വയം നടത്താൻ പോവുകയാണ്. അതിലിവർ അംഗീകരിക്കുമോ വീണ്ടും വീണ ജോർജ് തന്നെയാണ്, അല്ലെങ്കിൽ അതിനാണ് സാധ്യത കൂടുതൽ. ചിലപ്പോ ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും വരികയായിരിക്കും വീണ ജോർജ് തന്നെ ആറന്മുളയിൽ മത്സരിക്കുമെന്ന രീതിയിലും ഒരു വാർത്ത വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഭർത്താവിന്റെ ഒരു അഭ്യർത്ഥന നേതൃത്വത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ചർച്ചകൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ ജോർജ് അവിടെ നിൽക്കുമോ അതോ ഇറങ്ങുമോ എന്നുള്ളതാണ് കാണേണ്ടത്.